ബീഹാറിൽ മുഖ്യമന്ത്രി സ്ഥാനവും അതോടൊപ്പം തന്നെ മുന്നേറ്റവും പ്രതീക്ഷിച്ചിരുന്ന RJDക്ക് വലിയ തിരിച്ചടിയാണ് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഇപ്പോൾ വരുത്തിവെച്ചിരിക്കുന്നത്. കാരണം നമുക്കറിയാം, കോൺഗ്രസ് പ്രവർത്തകൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മയെ അപമാനിച്ചതിന് പിന്നാലെ ഇപ്പോൾ നാളെ ബീഹാറിൽ ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ നമുക്കറിയാം, ഈ കോൺഗ്രസിനോട് ആര് കൂട്ടുകൂടുമോ അവരെ പ്രതിസന്ധിയിലാക്കും. ബീഹാറിലും സമാനമായിട്ട് തന്നെ സംഭവിച്ചു. അവിടെ RJD വാസ്തവത്തിൽ ബീഹാറിൽ കോൺഗ്രസ് നിലം പരിശാണ്. കോൺഗ്രസിന് അവിടെ ഒന്നുമില്ല. കോൺഗ്രസ് അമ്പയെ തകർന്നു പോയി. ഒരു എന്താ പറയണ്ടേ, ഒരു ബസ്സിൽ കയറാനുള്ള നേതാക്കൾ മാത്രമുള്ള ഒരു അവസ്ഥയിലാണ് കോൺഗ്രസ് അവിടെ നിലകൊള്ളുന്നത്. ഇപ്പൊ ഈ രാഹുലിന്റെ യാത്രയിൽ, വോട്ടർ അധികാർ യാത്രയിൽ വലിയ ആൾക്കൂട്ടം കാണുന്നുണ്ട്. നമുക്ക് ആ ആൾക്കൂട്ടം കണ്ട മനസ്സിലാവും അത് RJDക്കാരാണ്. കാരണം എല്ലാവരുടെ കയ്യിലും RJDയുടെ പതാകയുണ്ട്. വളരെ കുറച്ചു പേരാണ് കോൺഗ്രസ് പതാകയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. അത് വല്ല വാടകയ്ക്കെടുത്ത ബംഗാളികളുമാണോ എന്ന് പോലും സംശയമുണ്ട്. അതിൽ അതൊക്കെ അവരുടെ കാര്യം, നമുക്ക് അതിനകത്തൊന്നും പറയാനില്ല. പക്ഷേ ഈ ബീഹാറിൽ നിന്ന് വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ കോൺഗ്രസിന് വലിയ സെറ്റ് ബാക്ക് ആണ് ഉണ്ടായിരിക്കുന്നത് ഈ ഒരു സംഭവത്തോടു കൂടി. കോൺഗ്രസ് എന്തൊക്കെയോ ചിലത് ചെയ്യുന്നു. ഞങ്ങൾ നരേന്ദ്രമോദിക്കെതിരെ വളരെ ശക്തമായി രംഗത്തുണ്ട്, ഞങ്ങളൊരു ശക്തിയുള്ള പ്രതിപക്ഷമാണ്, കനത്ത തിരിച്ചടി ഞങ്ങൾ മോദിക്ക് കൊടുക്കും എന്നൊക്കെ ഒരു നരേറ്റീവ് ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആഖ്യാനങ്ങൾ സൃഷ്ടിക്കാൻ കോൺഗ്രസിന് കുറേ കഴിയും. വോട്ടർമാരെ ഒന്ന് ആശയക്കുഴപ്പത്തിലാക്കാൻ, ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ, ഈ പറഞ്ഞതുപോലെ ഈ വോട്ട് ചോരി, ഈ വോട്ട് ചോർച്ചയെക്കുറിച്ചുള്ള, വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളെ കുറിച്ചുള്ള ആരോപണങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അത് വളരെ ഈ BJPയെ സംബന്ധിച്ചോളം BJP അതൊന്നും ഒരു വലിയ ഇഷ്യൂ ആയിട്ട് എടുക്കുകയോ സോഷ്യൽ മീഡിയയിൽ അതിന് മറുപടി കൊടുക്കുകയോ ഒന്നും ചെയ്തില്ല. കാരണം ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയാണ് ആക്ഷേപവും ആരോപണവും. അത് BJP ഏറ്റുപിടിക്കേണ്ട എന്ന് പാർട്ടി കരുതിയിട്ടുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനൊക്കെ മറുപടി കൊടുത്തു. പുറകെ നിയമ നടപടികളും വന്നേക്കും എന്ന് കരുതുന്നു. എന്തായാലും ഒരു കാര്യം സത്യമാണ്, ഈ രാഹുൽ ഗാന്ധി ഒരു ഹൈപ്പ് ഉണ്ടാക്കാനുള്ള ശ്രമം കുറച്ചൊക്കെ വിജയിച്ചു. ഒരു പൂർണ്ണമായിട്ടും വിജയിച്ചു എന്നല്ല, അല്ലെങ്കിൽ ഭാഗികമായിട്ടും വിജയിച്ചു എന്നല്ല, ഒരല്പം വിജയിച്ചു. കുറച്ച് വോട്ടർമാരുടെ ഇടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഈ മോദി വിരോധികളെ ഒന്ന് ഏകോപിപ്പിക്കാൻ ഒക്കെ സാധിച്ചു. ഈ ചിതറി നിന്ന ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ എല്ലാം ഈ പറഞ്ഞ ഒരു സംഭവത്തിൽ നരേന്ദ്രമോദിക്കെതിരെ ഡൽഹിയിൽ വലിയ പ്രക്ഷോഭം നടത്താനും പ്രതിഷേധത്തിനും ഒക്കെ എല്ലാവരും ഒത്തുചേർന്നു. നമ്മൾ കണ്ടതാണ്. അവിടെ വെച്ചാണ് ഈ തൃണമൂൽ കോൺഗ്രസിന്റെ MP മഹുവ മൊയ്ത്ര അമിത്ഷായെ കൊല്ലണം എന്നുള്ള, അമിത്ഷായുടെ തല വെട്ടണം എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ നടത്തി പുലിവാല് പിടിച്ചത് നമ്മൾ കണ്ടതാണ്. സമാനമായ ഒരു ഇതാണ് ഇത് ഈ ഇന്ത്യ മുന്നണിയിൽ പൊതുവെ ബാധിച്ചിരിക്കുന്നത്. അല്ല, ഈ കോൺഗ്രസിനും അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണിയുടെ പ്രശ്നം ഇതാണ്, ഈ ആവേശം കയറുമ്പോൾ എല്ലാം കയ്യിന്ന് മറന്നിട്ട് കയ്യിന്ന് സാധനം കളഞ്ഞു, അതായത് അവരുടെ കയ്യിലേക്ക് വന്നിരിക്കുന്ന ഒരു കടിഞ്ഞാണ്, അതിനെ കളഞ്ഞു കുളിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ പറഞ്ഞതുപോലെ മഹുവ മൈത്രയ്ക്കെതിരെ വളരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു. ഈ സമാനമായ സംഭവമാണ് ബീഹാറിലും ഉണ്ടായത്. എല്ലാവർക്കും നമ്മളത് മുമ്പ് ചർച്ച ചെയ്തു. പക്ഷെ ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു കാഴ്ച, മറ്റൊരു കാര്യമുണ്ട്. ഈ പറയുന്നത് പോലെ അമ്മയെ അവഹേളിക്കുക, അമ്മയ്ക്ക് പറയുക, ചീത്ത പറയുക, ഇതൊക്കെ കോൺഗ്രസിന് മുമ്പ് ഇല്ലാതിരുന്നതാണ്. മുമ്പ് പലപ്പോഴും നമ്മൾ തെരഞ്ഞെടുപ്പാവുമ്പോൾ പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഉണ്ടാകും. രാഷ്ട്രീയ എതിരാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അവരുടെ ഈ എന്താ പറയുക നാവിൻ്റെ മൂർച്ച അറിയിച്ചു കൊടുക്കും. അതൊക്കെ സാധാരണമാണ്. പക്ഷെ ഇത്തരത്തിലുള്ള ഈ വീട്ടിലിരിക്കുന്നവരെ പറഞ്ഞ് അവഹേളിക്കുന്ന അമ്മമാരെ, സഹോദരിമാരെ, ഭാര്യമാരെ ഒക്കെ അവഹേളിക്കുന്നത് നമ്മൾ വളരെ കുറച്ചേ കണ്ടിട്ടുണ്ട്. നമുക്കറിയാം, കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതൊക്കെ അത്യാവശ്യമൊക്കെ ചെയ്തിട്ടുണ്ട്. 2019 നമ്മുടെ അന്ന് ആലത്തൂരിൽ നിന്ന് MP ആയി ജയിച്ച രമ്യ ഹരിദാസ്, അവർ മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയെ കാണാൻ പോയതിനെ എത്ര വഷളതരമായിട്ടാണ് ഈ CPMന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറായ A വിജയരാഘവൻ അവതരിപ്പിച്ചതെന്നും അതിനെതിരെ എന്ത് പ്രതിഷേധമാണ് കേരളത്തിൽ ഉയർന്നതെന്നും ഒക്കെ നമ്മൾ കണ്ടു. അതുപോലെ ഇവിടെയും സമാനമായ ഒരു അവഹേളനം നടത്തി കോൺഗ്രസ് പുലിവാല് പിടിച്ചിരിക്കുകയാണ്. ഇതിപ്പോ NDAയും BJPയും അത് ബീഹാറിന് പുറത്തേക്കും കൊണ്ടുപോയി വലിയ രീതിയിൽ കത്തിച്ചു.
ഇപ്പം നമുക്കറിയാം, ഇന്നിപ്പോൾ നമ്മൾ കേരളത്തിൽ ഇരുന്ന് ബീഹാറിലെ ഈ കാര്യം നമ്മൾ ചർച്ച ചെയ്യണമെങ്കിൽ ആ വിഷയത്തിൻ്റെ ഭാരം എത്രയുണ്ട് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ കനം എത്രയുണ്ട് എന്ന് നമുക്ക് കണക്ക് കൂട്ടാവുന്നതേ ഉള്ളൂ. അത് ഇന്ത്യ മുഴുവനും അങ്ങ് ചർച്ചയായി. നരേന്ദ്രമോദി എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് അനുകൂലിച്ചും പ്രതികൂലിച്ചും അഭിപ്രായങ്ങളുള്ളവരുണ്ട് ഇന്ത്യയിൽ. അനുകൂലിച്ചുള്ളവരുടെ എണ്ണവും ഉണ്ട്, ഉള്ളവരുടെ എണ്ണം ഒരുപക്ഷെ കുറവായിരിക്കാം. അങ്ങനെ ഒരു മോദി എഫക്റ്റ് നമ്മുടെ രാജ്യത്ത് തുടരുന്നു എന്നുള്ളത് സത്യമാണ്. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ ആ ഗ്രാഫ് വീണ്ടും ഉയർന്നു. ഇപ്പോഴിതാ ഈ അമേരിക്കയുടെ തീരുവ വർധന, ഇരട്ടച്ചുങ്കം, ഇതിനൊക്കെ എതിരെ നരേന്ദ്രമോദി സ്വീകരിച്ച നയതന്ത്ര തലത്തിലെ അടവുകൾ, അത് പൊളിക്കാൻ, ട്രംപിനെ പൊളിക്കാൻ വേണ്ടി മോദി സ്വീകരിച്ച നിലപാടുകൾ ഒക്കെ മോദിക്ക് അനുകൂലമായിട്ട് മാറിയിരിക്കുകയാണ്. നമുക്ക് ഒരു കാലത്തും അടുക്കില്ലായിരുന്നു കരുതിയിരുന്ന ചൈനയുമായിട്ട് നരേന്ദ്രമോദി അടുത്തു. അത് ചൈന ഇങ്ങോട്ട് വന്ന് ആവശ്യപ്പെടുകയാണ്, മോഡി അങ്ങോട്ട് പോവുകയല്ല ചെയ്തത്. ഇതെല്ലാം ഇന്ന് രാജ്യത്ത് വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിനിടയിലേക്കാണ് ഈ ഒരുമാതിരി കുളം കലക്കാൻ വേണ്ടിയിട്ട് നഞ്ച് കലക്കുന്ന പരിപാടിയുമായിട്ട് കോൺഗ്രസ് വന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെതിരായ ഒരു വികാരം ഈ വിഷയത്തിൽ രാജ്യത്ത് മൊത്തത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് ബീഹാറിൽ വേണ്ട വിധത്തിൽ രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്താനാണ് NDAയുടെയും BJPയുടെയും തീരുമാനം. നമുക്കറിയാം, ബീഹാറിൽ ഗ്രാമീണ ജനതയാണ് കൂടുതൽ. മറ്റ് സംസ്ഥാനങ്ങളിലുള്ള പോലെ വലിയ നഗര കേന്ദ്രീകൃതമായ വലിയ അങ്ങനത്തെ ഒരു സംവിധാനമല്ല ബീഹാറിൽ. ബീഹാറിൽ പോയാൽ നമുക്കത് മനസ്സിലാവും. ഇപ്പോഴും ഒരു എന്താ പറയുക, പരിപൂർണമായിട്ടും പിന്നാക്കാവസ്ഥ വിട്ടുപോയിട്ടില്ലാത്ത ഗ്രാമങ്ങൾ. പട്ടിണിയൊക്കെ വളരെ കുറഞ്ഞെങ്കിലും ഈ തൊഴിലില്ലായ്മ, ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ബീഹാർ കുറേയൊക്കെ രക്ഷപ്പെട്ടെങ്കിലും ബീഹാർ പരിപൂർണമായിട്ടും മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ബീഹാർ ഇപ്പോഴും പിന്നാക്കാവസ്ഥയിലാണ്. അത്രയ്ക്ക് ഭരിച്ചു മുടിപ്പിച്ചു. കന്നുകാലികൾക്കുള്ള കാലിത്തീറ്റയിൽ വരെ അഴിമതി നടത്തിയ, കൈയിട്ട് വാരിയ സർക്കാരുകളെ കുറിച്ച് നമുക്കറിയാം. അവിടെ ഇത് പരമാവധി കത്തിച്ചെടുക്കാൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഈ ജനങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ, ഇത്തരം കാര്യങ്ങൾക്ക് വലിയ വില കൊടുക്കുന്നവർ, സ്ത്രീയുടെ അന്തസ്സും അഭിമാനവും കാത്തു സൂക്ഷിക്കുന്ന, അതിന് നമ്മുടെ ആ പാരമ്പര്യത്തിനനുസരിച്ച് സ്ത്രീയെ അമ്മയായിട്ട് കരുതി ആരാധിക്കുക, ആദരിക്കുക, ഇങ്ങനെ ഒരു സംസ്കാരമുള്ളൊരു സ്ഥലമാണ് ബീഹാർ. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് ഈ മിഡിൽ ക്ലാസിൻ്റെയൊക്കെ ഇടയിൽ ഇത് വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും. നിസ്സാര കാര്യമല്ല. അവരിതൊക്കെ കാരണം ഈ ജീവിതത്തിലെ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു വിഭാഗമാണ്. അവരതിന് വലിയ പ്രാധാന്യം കൊടുക്കും. അപ്പോൾ അതിനെ പരമാവധി ആ നിഷ്പക്ഷരായ വോട്ടർമാരെ ഈ വിഷയം കത്തിച്ച് അത് BJPക്ക് അനുകൂലമാക്കി എടുക്കാനാണ് NDAയും BJPയും നീക്കം നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതായത് ഞങ്ങളിത് ഒട്ടും വിട്ടുതരില്ല, ഞങ്ങൾ ഏതറ്റം വരെയും പോകും എന്ന ഒരു സന്ദേശമാണ് BJPയും NDAയും ഈ സംഭവത്തിൽ നൽകിയിരിക്കുന്നത്. എന്നാൽ കോൺഗ്രസ് ആകട്ടെ ഈ വിഷയത്തിൽ ഞങ്ങളുടെ ഒരു പ്രവർത്തകൻ തെറ്റുപറ്റി, ഞങ്ങൾ അയാളെ പുറത്താക്കുന്നു, ശിക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തിയിരുന്നെങ്കിൽ, ഒരു പക്ഷേ ഒരു പോലീസ് കേസ് തന്നെ എടുത്തോട്ടെ, ഇത് ഇത്തരത്തിൽ പെരുമാറാൻ പാടില്ലാത്തതാണ്, ഞങ്ങൾ തന്നെ പരാതിയുമായിട്ട് മുന്നോട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ രാഷ്ട്രീയമായ ചില അഭ്യാസങ്ങളൊക്കെ നടത്തി നിന്നിരുന്നെങ്കിൽ ഇതൊരു വലിയ വിഷയമാകുമായിരുന്നില്ല. അവിടെ രാഹുൽ ഗാന്ധി മൗനം പാലിച്ചു, ലാലു പ്രസാദ് യാദവിൻ്റെ RJD, അദ്ദേഹത്തിൻ്റെ മകൻ തേജസ്വി യാദവും മൗനം പാലിച്ചു. അതുപോലെ തന്നെ മറ്റ് നേതാക്കൾ, ഇന്ത്യ മുന്നണിയിലെ മറ്റ് നേതാക്കൾ ഇത് ചെയ്തത് തെറ്റായിപ്പോയി, ഇങ്ങനെ ചെയ്യരുത്, ഇത് അല്ല രാഷ്ട്രീയം എന്ന് പറയാനുള്ള ഒരു മര്യാദ അവരാരും കാണിച്ചില്ല. നമുക്കറിയാം, പണ്ട് BJPയും കോൺഗ്രസും നേർക്കുനേർ എതിരിടുമ്പോൾ പല സന്ദർഭങ്ങളിലും ഈ സോണിയയ്ക്കെതിരെ പല പരാമർശങ്ങളും പാർലമെന്റിനുള്ളിൽ പോലും BJPയുടെ ഡെസ്കുകളിൽ BJP ഭരണപക്ഷത്തു നിന്ന് ഉയർന്നിട്ടുണ്ട്. അന്ന് അടൽ ബിഹാരി വാജ്പേയിയാണ് പ്രധാനമന്ത്രി. പക്ഷെ അദ്ദേഹം തൻ്റെ പാർട്ടി MP-മാരെ ശാസിച്ച് അവിടെ ഇരുത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല. ഒരു സ്ത്രീയാണ്, അവർ സ്വദേശിയായാലും വിദേശിയായാലും അവരോട് ആദരവ് കാണിക്കണം എന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റം വാജ്പേയിക്കുണ്ടായിരുന്നു, LK അദ്വാനിക്കുണ്ടായിരുന്നു. പക്ഷേ ആ ചങ്കൂറ്റം രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ അല്ലെങ്കിൽ തേജസ്വി യാദവോ ഒന്നും കാണിച്ചില്ല എന്നുള്ളതാണ് ബീഹാറിലെ ഇന്ത്യ മുന്നണിയുടെ വീഴ്ച. അതവർക്ക് തെരഞ്ഞെടുപ്പിൽ വലിയ ദോഷം ചെയ്യും എന്നുള്ള കാര്യം തീർച്ചയാണ്. അത് നമുക്ക് ഇപ്പോൾ ഈ NDA ആഹ്വാനം ചെയ്ത ബന്ദ് ഒക്കെ അതിൻ്റെ വഴിക്ക്, അതൊക്കെ രാഷ്ട്രീയമാണ്. പക്ഷെ ജനങ്ങളുടെ ഉള്ളിൽ ഇത് ഉണ്ടാക്കുന്ന ഒരു ചലനമുണ്ട്. ആ ചലനം കോൺഗ്രസിന് അനുകൂലമല്ല, അത് കോൺഗ്രസിനെതിരാണ്.
പൊതുവെ ഇപ്പോൾ ബീഹാറിൽ നിന്നും മറ്റു പല വാർത്തകളും കേൾക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടി ആകുമ്പോൾ അത് ഇന്ത്യ മുന്നണിക്ക് കനത്ത തിരിച്ചടിയായി മാറുമെന്ന് തീർച്ചയായും.